അസ്സലാമലൈക്കും, നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തില് നമ്മളെ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആകെ ഇതിലേക്ക് 1.5 കിലോമീറ്റർ ഉള്ളൂ വൈദൂരം. 6 സെന്റില് 1200 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട്, ചുറ്റും കോമ്പൗണ്ട് വാള്, ചുറ്റും മതിൽ കെട്ടി നല്ല അടച്ചുറപ്പാക്കിയ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളൊക്കെ ഏറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട്. നല്ല വീടാണ്. ഈ വീട്ടിൽ 5 തെങ്ങുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുക. നമുക്ക് പുറത്തോട്ടൊരു തേങ്ങക്ക് പുറത്തോട്ട് പോയി ചോദിക്കുന്നൊരവസ്ഥ വരെ വീട്ടുകാർക്ക് ഉണ്ട്. അതൊന്നും വേണ്ട, നല്ല വെള്ള സൗകര്യമുള്ള നല്ലൊരു വീട്. കുഴൽക്കിണറാണ് തൊട്ട് ഇതിലുള്ളത്. പിന്നെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ഇതൊക്കെ ഇതിലുണ്ട്. 2-3 കണക്ഷന് ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട്. ജപ്പാൻ കുടിവെള്ളമാണ് ഇതിൽ ഉള്ളത്. പിന്നെ 6 സെന്റാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് കാറ് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട്. ഇപ്പം നമുക്ക് ഈ മതിൽ കട്ട് ചെയ്തിട്ട് നേരെ ഇങ്ങനെ ആക്കണമെങ്കിൽ ആക്കി ചെയ്യാം. ഈ വീട്ടുകാർ ഇങ്ങനെ ആക്കിയിട്ട് വേണ്ട നമുക്കൊരു മോഡൽ മാറ്റാം. വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് കയറുന്നത്. മാർബിളാണ് അടിഭാഗത്ത്. എപ്പോഴും ഏത് സമയത്ത് കൂളിങ്, കിടന്നുറങ്ങിയാൽ നല്ല തണുപ്പുള്ള മാർബിളായിട്ടാണ്. പിന്നെ നമ്മുടെ മുകളിലേക്ക് ചായവടി ഉള്ളത് ഗ്രാനൈറ്റിലാണ് വർക്ക് ചെയ്തിട്ട് ബ്ലാക്ക് ഡിസൈനിലൊക്കെ മോഡലായിട്ട്. ജനാലിൻ്റെ ഡോറുകളൊക്കെ ഫുൾ തടിയിലൂടെയാണ്. നല്ല അത്യാവശ്യം വീട് പഴക്കമില്ലാത്തൊരു വീട്. ആകെ 7 വർഷമായിട്ടുള്ളൂ. ഈ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ലിവിൻ ഹാളിലേക്കൊക്കെ അതിൻ്റെ മുന്നേ തന്നെ ഒക്കെ കാണാം. നല്ല അടിപൊളി ഡോറ്. പിന്നെ അതേമാതിരി തടിയിൽ ഫുള്ള് മരത്തിലെ തടിയിലൂടെയാണ് കട്ടിലൊക്കെ ഉള്ളത്. പിന്നെ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ലിവിൻ ഹാളിലേക്ക് കയറിയപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അത്യാവശ്യം ഹൈറ്റിലാണ് വീട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിനുള്ളിലേക്ക് കയറിയപ്പോൾ നല്ല കൂളിങ്, നല്ല തണുപ്പ് പറയാൻ കാരണം ഇതിൻ്റെ അടിവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല തണുപ്പുണ്ടാവും. പിന്നെ നേരെ നമുക്ക് കൈ കഴുകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതിൽ നല്ല ചുമര് നല്ലൊരു ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ച് നല്ല ഉസാറായിട്ടുള്ള ഒരു ചുമര് നമ്മൾ വെട്ട് കല്ലുകൊണ്ട് എന്നല്ലേ പറഞ്ഞല്ലേ കട്ടൻ്റെ ഓരോ ഡിസൈൻ മോഡൽ വരുന്നത്. ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കയറി വരുന്ന ഫ്രണ്ട് ഭാഗത്തെ ഫസ്റ്റത്തെ റൂം കാണാൻ നിങ്ങൾക്ക് നല്ല സൗകര്യമുണ്ട്. ഒരു കട്ടിലിട്ട് കഴിഞ്ഞാലും ഒരു അലമാര നഗട് ഫുഡ് സെറ്റാക്കിയാലും ഇതിനൊക്കെ ഫുൾ സൗകര്യമുണ്ട്. ഒരു നമസ്കാരം നിസ്കരിക്കണമെങ്കിലൊക്കെ നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. പിന്നെ അതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ആ ബാത്റൂമിൻ്റെ മുകൾ ഭാഗം ഉണ്ടാവും ഫുൾ ടൈലിട്ട് നല്ല വൃത്തിയാക്കി. അടിഭാഗത്ത് നല്ല ക്രിപ്പ്. പിന്നെ സാധാ ക്ലോസറ്റാണ് ഇതിലുള്ളത്. നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അത്യാവശ്യം നല്ല ഇതിലാണ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ. അങ്ങനെ ഫസ്റ്റ് റൂം കണ്ടു. വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ലിവിൻ ഹാളിൽ നിന്ന് നേരെ രണ്ടാമത്തെ റൂം ആ ഫസ്റ്റ് കണ്ട റൂമിൻ്റെ അതേ ഏകദേശം ഒരേ വലുപ്പം തന്നെയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വീടുള്ളത്. നല്ല സൗകര്യമുണ്ട്. നമുക്ക് അലമാരൊക്കെ ഒരു സൈഡിലായാലും നല്ല സൗകര്യമില്ലായാലും പിന്നെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. പിന്നെ റാക്കുകൾ കണ്ടില്ല, നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ നല്ല റാക്കുകളുണ്ട്. മുകളിലെ സ്റ്റെയർ കേസിൻ്റെ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് റൂമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കോമൺ ബാത്റൂം ഒതുങ്ങിയൊരു ബാത്റൂം ആണെങ്കിലും ഇത് കേട്ടോ, നമ്മളെ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇതിൽ അത്യാവശ്യം നല്ല മുകൾ ഭാഗം വരെ വാട്ടർ ഓഫ് ചെയ്ത് നല്ല സൂപ്പർ ഡിസൈൻ മോഡലാണ് ഡോർ ഡിസൈനൊക്കെ വരുന്നത്. കിച്ചണിലേക്ക് വരുന്നതിന് നേരെ മുന്നേ കാണാൻ നിങ്ങൾക്ക് ആരെങ്കിലും ആണുങ്ങളൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് അടുക്കളയൊക്കെ കാണാത്ത രൂപത്തിൽ ഡോർ അടക്കാനുള്ള ഒരു അടിപൊളി അടുക്കള ഡോർ ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ നേരെ അടുക്കളയിലേക്ക് വന്നപ്പോൾ വിശാലമായ ആളുകൾക്ക് നമുക്ക് പാചകം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനും ടിന്നുകൾ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും. ഇതിൻ്റെ മുകൾ ഭാഗം വരെ ടൈലിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗം വരെ ഫുൾ ടൈലിട്ട് നല്ല വൃത്തിയാക്കി നല്ലൊരു വീട് തന്നെ. എല്ലാ ഭാഗത്തും ഒരേ മോഡൽ തന്നെയാണ് അല്ലേ, മാർബിൾ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ പുറം ഭാഗത്തും ഇതാക്കണം. വർക്കിലെടുത്ത് അതിലും മാർബിളാണ്. അതും ആലുവ അടുപ്പ്, പുകയില്ലാത്ത അടുപ്പ്. എല്ലാ ഭാഗത്ത് ഗ്രില്ലിട്ട് ഉസാറാക്കിയിട്ട് ഒരു പക്ഷികൾ കയറാത്ത രൂപത്തിലെല്ലാം ഉസാറാക്കിയിട്ടുണ്ട്. അങ്ങനെ വർക്കരിയ പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണാൻ. ഇതിന് നേരെ ഒരു തെങ്ങ് ഇവിടെ ഉണ്ട്. അങ്ങനെ മൊത്തം 5 തെങ്ങാണ്. ഇതിലൊക്കെ നല്ല വൃത്തി. എല്ലാ ഭാഗത്തും കട്ട പതിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ബാക്ക് ഭാഗം ഒന്നും തേക്കാനോ ഒന്നുമില്ല. പുറത്തത്തെ ബാത്റൂം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. ഫുള്ള് അടിപൊളി ബാത്റൂമും ഒക്കെ എല്ലാ സൗകര്യത്തിലും സാധാ ഒരു ഇതിൽ മുകൾ ഭാഗത്തിൽ മുക്കവരെ ടൈല് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പുറത്തത്തെ ബാത്റൂം ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത് ഭാഗത്താണ് സ്പേസ് കുറവുള്ളത് ഇടം ഭാഗമാണ്. അത്യാവശ്യം നല്ലൊരു വീട് തന്നെ പറയാം നമുക്ക്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. മുകൾ ഭാഗത്തെ റൂം ഒന്ന് കാണിച്ചു തരാം. ഇതിൽ മുകളിലും ഒരു റൂമുണ്ട്. മുകൾക്കൊക്കെ ഒരേ മാതിരിയാണ് എല്ലാ ഭാഗത്തും അടിവർക്ക് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് വാർപ്പ് കണ്ട് ഫുൾ വാർപ്പിലൂടെ നല്ല ഫുൾ സെറ്റായിട്ട് മുകൾ ഭാഗത്ത് കാണിച്ചു തരാം. അങ്ങനെ മൂന്നാമത്തെ റൂം. വീട്ടിൽ കയറി വരുമ്പോൾ റൂം അത്യാവശ്യം ഇല്ല, നമുക്ക് ഉള്ളിൽ സ്പേസ് ഇല്ല തോന്നുന്നു. ഉള്ളിലേക്ക് കയറുമ്പോഴാണ് വീടിൻ്റെ വിസ്തീർണം ഒക്കെ ഒന്ന് കാണുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക്
ഭാഗത്തേക്ക് നമുക്ക് കയറാം. അപ്പോൾ ഫസ്റ്റ് ഒരു ഒറ്റ റൂം ഇതിൽ മുകൾ ഭാഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സൗകര്യത, നല്ല സ്പേസും കാര്യങ്ങളും. നമുക്ക് കട്ടില ഈ ഭാഗത്തോട്ട് ഇങ്ങോട്ട് ഇടണമെങ്കിൽ ഇടാം, നല്ല സൗകര്യമുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം ഇടണമെങ്കിലൊക്കെ നമുക്ക് വേസ്റ്റുകൾ എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കാം. അപ്പോൾ മുകളിലത്തെ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നിങ്ങൾക്ക് കാണാം. മുകൾ ഭാഗത്തിന് 3/4 ഭാഗം വരെ ടൈലിട്ടിട്ടുണ്ട് കണ്ടോ. അടിഭാഗത്ത് നല്ല ക്രിപ്പിലാണ്, ഡിസൈൻ മോഡലാണ് ഡോർ വരുന്നത്. അങ്ങനെ 3 റൂം, 6 സെന്റ് സ്ഥലം, നല്ലൊരു വീടാണ് ഇപ്പോൾ ഇതുള്ളത്. ഓപ്പൺ ടെറസ് പുറത്ത് ഭാഗത്തേക്ക് നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ പഠിക്കാനുണ്ടെങ്കിൽ, അതേമാതിരി നമുക്ക് എന്തെങ്കിലും ഉണക്കിയിടാനുണ്ടെങ്കിൽ മുളക് കുരുമുളകൊക്കെ ഉണക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സൗകര്യമുണ്ട്. വീടുകളുള്ള ഏരിയകളാണ്, വെള്ളം കയറുന്ന സ്ഥലമല്ല. ഏറ്റവും കൂടുതൽ നിങ്ങളോട് വെള്ളം കയറുന്ന സ്ഥലമല്ല, കരഭൂമിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ തൊട്ടടുത്താണ്. എല്ലാം ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. പിന്നെ നമ്മളെ ചാലിയത്തേക്ക് ഏകദേശം 2.5 കിലോമീറ്റർ അല്ലേ, 2.5 കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം. അത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് 300 മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം. 1200 സ്ക്വയർ ഫീറ്റ്, 2 റൂം, ഹാള്, സിറ്റ് ഔട്ട് എല്ലാം അടങ്ങിയ നല്ലൊരു ഈ വീടിന് ചോദിക്കുന്നത് എത്ര നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഒരു 53 ലക്ഷം രൂപ ചോദിക്കുന്നത്. കച്ചവടമല്ലേ, ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആർക്കാണ് വീട് വേണ്ടത് നിങ്ങൾക്കറിയല്ലോ, അവർക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. താഴെ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു.